എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയോട് ഭയങ്കര വിഷമത്തോടു കൂടി ശരണ്യ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ കൂടെ പോയതുകൊണ്ടല്ലേ ചേച്ചി എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. അന്നേരം അലീന പറയും, അതോർത്ത് നീ വിഷമിക്കേണ്ട, പെൺകുട്ടികളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. നീ സ്നേഹിക്കുന്ന ആളെ വിശ്വസിച്ചല്ലേ നീ കൂടെ പോയത്. ഇങ്ങനെയൊന്നും സംഭവിക്കും എന്ന് നീ മനസ്സിൽ കരുതിയത് പോലും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ പഠിച്ച് ജോലി മേടിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്തതിന് ശേഷം പ്രേമിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരണ്യോട് പറയും, അവിടെ നിന്ന് എഴുന്നേറ്റ്, ഇങ്ങനെ ചടഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുമല്ലേ, എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് വിടുക. അന്നേരം ഇത് കാണുന്ന അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാട്ടോ. ശരിക്കും ജീവിതത്തോട് ഒരു താല്പര്യവും ഇല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ എപ്പോഴും കിടക്കുവാണ്. ആകപ്പാടെ കഴിക്കുന്നത് ഒരു ഇച്ചിരി കഞ്ഞിവെള്ളമാണ്. ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ കിടന്ന ശരണ്യ എഴുന്നേറ്റല്ലോ എന്നോർത്ത് ഓടി വന്ന് ഈ വിവരം വീട്ടിലുള്ള ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്. അച്ഛനാണ് ഭയങ്കര സന്തോഷം. ഉവ്വോ ശരണ്യ എഴുന്നേറ്റോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷം അച്ഛന്. അന്നേരം ഗോപൻ, എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്, ഇതിൻ്റെ അകത്ത് വേറെ എന്തോ കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുവേ. എന്ത് സംശയം? നീ സംശയിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. നീ ഒരു കാര്യം ഓർക്കണം, ആ പെൺകൊച്ച് പരാതി കൊടുത്തായിരുന്നു എങ്കിൽ നീ ഇപ്പം ജയിലിൽ പോയിരുന്ന് സംശയിച്ചേനെ. എത്ര നിർബന്ധിച്ചിട്ടും പോലീസുകാർ എത്ര നിർബന്ധിച്ചിട്ടും ആ പെൺകുട്ടി പരാതി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറയും. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, ആ പെൺകൊച്ച് ഇവിടെ വരെ വന്നതല്ലേ, അതിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് ശരണ്യ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഏതായാലും ഈ സമയം ശരണ്യ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വരുവാണ്. ശരണ്യ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ മുഖമൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തുടച്ച് തലമുടിയൊക്കെ ഒന്ന് ഈരി വെച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് അലീന. എന്നിട്ട് പറയും, നല്ല സുന്ദരിയാണല്ലോ എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുക്കും. ഇത് കണ്ടുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് വന്നെ കേട്ടോ. 2 പാത്രത്തിൽ ചോറുമായിട്ടാണ് വരുന്നത്. അന്നേരം അലീന പറയും, അമ്മ ഒരെണ്ണം മതി, ഇതിൽ നിന്ന് കഴിച്ചോളാം ഞങ്ങൾ 2 പേരും എന്ന് പറയുമ്പോൾ, ഇത് മോൾക്കുള്ളതാന്ന് പറഞ്ഞാൽ മറ്റേ കയ്യിലേക്ക് കൊടുക്കും. അന്നേരം വേണ്ട, ഇതിൽ നിന്ന് കഴിച്ചോളാം ഞങ്ങൾ 2 പേരും എന്ന് പറയും. അമ്മ എങ്ങ് പോയി കഴിയുമ്പം ആ പാത്രത്തിൽ നിന്ന് ശരണ്യയ്ക്കും ചോറ് വാരി കൊടുക്കും, അലീനയും കഴിക്കും. അങ്ങനെയാണ് 2 പേരുടെ ഭക്ഷണം കഴിക്കുന്നത്. അതിനിടയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ ശരണ്യയ്ക്ക്. ശരണ്യയോട് അലീന പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനൊരു അനിയത്തിയുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് എന്ന് പറയുമ്പം ഇങ്ങനെ കണ്ണ് നിറയും. അന്നേരം നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ശരണ്യ. ഇത് കാണുന്ന അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിച്ചൊക്കെ തുടങ്ങിയല്ലോ, ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു ശരണ്യ. അതുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന അമ്മയെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മനുവിനോട് പറഞ്ഞിട്ടാണ് അലീന പോയത്. അത് കഴിഞ്ഞ് കുറേ തവണ മനു വിളിച്ചു അലീനെ, പക്ഷെ കിട്ടുന്നില്ല. അവിടെ റേഞ്ച് ഇല്ലയെന്ന് തോന്നുന്നു, ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പം മനു കൃഷ്ണമോളെ വിളിക്കും. എന്നിട്ട് അലീന അവിടെ ഇല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഇന്ന് ആ കോളനി വരെ പോയതാ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, മനുവേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ എന്ന്. അന്നേരം മനു പറയും, എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷേ പോയതിന് ശേഷം യാതൊരു അറിവും ഇല്ല, വിളിച്ചില്ല. അവൾക്ക് ഇടയ്ക്കൊന്ന് വിളിച്ചാൽ എന്താ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് പറയുമ്പോൾ, അലീന ചേച്ചി എന്നെ വിളിച്ചായിരുന്നു, അവിടെ ചെന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു, ശരണ്യെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൾ ഇത്ര നേരം അവിടെ ഇരിക്കുന്നത്, പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരത്തില്ലേ, ഇത്രയും സമയത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് എൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു, അവൾ ബാലേന്ദ്ര മേനോൻ്റെ വീട്ടിലെ കുട്ടിയല്ലേ, ആ രീതിയിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലിനി ചേച്ചി എവിടുത്തെയും മോളല്ല, അലിനി ചേച്ചി വളർന്നതും പഠിച്ചതും ഒക്കെ അനാഥാലയത്തിലാണ്, അനാഥയായിട്ടാണ് വളർന്നത്. ചേച്ചി അനാഥർക്കും പീഡിപ്പിക്കപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ മനുവേട്ടാ, ഇനിയും സ്നേഹസദനം തുറക്കാൻ സാധിച്ചായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതുപോലൊരു സ്ഥാപനം ഇനിയും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അലീന ചേച്ചി നമ്മളെല്ലാവരും വിട്ടിട്ട് അങ്ങോട്ട് പോകും. അതാണ് അലീന ചേച്ചിയുടെ രീതി എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി എന്ന്. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നത്, ഈ ഫോം വെച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്ര മേനോനെയാണ്. ബാലേന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്തു. കാരണം ഷോപ്പെല്ലാം അടഞ്ഞു കിടക്കുവാണ് 10 ദിവസത്തോളമായിട്ട്. അപ്പോൾ അത് തുറക്കണം, തുറന്നു കഴിയുമ്പോൾ ആൾക്കാർ ബഹളമായിട്ട് വരുമോ, ആക്രമിക്കുമോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടാണ്, പരാതി കൊടുക്കാനായിട്ടാണ് വന്നത്. അന്നേരം എസ് ഐ പറയുന്നുണ്ട്, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ല, ആൾക്കാരുടെ രോഷമൊക്കെ ഒന്ന് കെട്ടടങ്ങി, അതുകൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് തുറക്കാവോ എന്ന്. അന്നേരം തുറന്നോ, കുഴപ്പമൊന്നുമില്ല, തുറക്കുന്ന സമയം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ 2-3 പോലീസുകാരെ അങ്ങോട്ട് വിടാം, ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോരാം, പിന്നെ ഉച്ച വരെ വേണമെങ്കിൽ 2 പേരെ പാറാവിന് നിർത്താം, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതല്ല പെട്ടെന്ന് ഒരാൾക്കൂട്ടം വന്ന് കടയ്ക്ക് പെട്രോൾ ഒഴിച്ച് തീ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത്
വന്നത് എന്ന് പറയുമ്പം എസ് ഐ പറയുന്നുണ്ട്, അങ്ങനെ തീയിട്ട് കത്തിക്കാനൊന്നും ആൾക്കാർ മുതിരില്ല. കാരണം നിങ്ങളുടെ കട കത്തിയിട്ടുണ്ടെങ്കിൽ ആ ലൈനിലുള്ള 19 കട ഒരുമിച്ച് കത്തിപ്പോകും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് എസ് ഐ ചോദിക്കുന്നുണ്ട്, മകൻ്റെ കാര്യം എന്തായി? അവൻ ജയിലിൽ തന്നെയല്ലേ? അവൻ്റെ കേസ് ഇത്തിരി സ്ട്രോങ് ആണ് കേട്ടോ, കോടതിയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തവനാണ് എങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് വളഞ്ഞ രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ഷോപ്പ് തുറന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് എസ് ഐ. അപ്പം ഓരോ ദിവസവും ഓരോന്നായിട്ട് തുറക്കാം എന്നിങ്ങനെ പറയുമ്പം എസ് ഐ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുമിച്ച് തുറന്നോ, ബാക്കി നമുക്ക് നോക്കാം, ആരും ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല, ഒന്ന് പേടിക്കണ്ട എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ അവിടുന്ന് പോരുവാണ്. പോരുന്ന വഴി ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. താൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് വീട്ടിലോട്ട് വരാവോ എന്ന് ചോദിക്കും. അതിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ബാലേട്ടാ? ഞാനൊന്ന് ഷേവ് ചെയ്ത് കുളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു, അത്യാവശ്യമാണെങ്കിൽ ഇപ്പം തന്നെ വരാമെന്ന് പറയും. അതിൽ അത്യാവശ്യമൊന്നുമില്ല, സാവകാശം വന്നാൽ മതിയെന്നും പറയുന്നുണ്ട്. പിന്നെ ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. കൃഷ്ണമോള് പോയി തുറക്കുന്നു. കയറി വരുന്നത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന വന്നില്ലേ മോളെ എന്ന്. അന്നേരം എന്നെ വിളിച്ചായിരുന്നു, ഇങ്ങോട്ട് വരാൻ തുടങ്ങുവാണോ എന്നറിയില്ല, ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. വീണ്ടും കൃഷ്ണമോള് വിളിച്ച് നോക്കുന്നുണ്ട്. അന്നേരം ഫോൺ കണക്റ്റായി കിട്ടുന്നില്ല, അവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, ആര് വിളിച്ചാലും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഗോവർദ്ധനും സുലോചനയും കൂടെ വരുന്ന സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട്, എങ്ങനെ പോകുന്ന കുടുംബമാണ് ബാലേട്ടൻ്റെ, ഇപ്പോഴത്തെ കാര്യം ഓർക്കുമ്പോൾ ആകെ വിഷമമാണ് എന്നൊക്കെ പറയുന്നു. അതുപോലെ വൈജയന്തി ഒന്ന് കയറി കാണണ്ടേ, ഒരുപാട് കാലമായില്ലേ നമ്മൾ അങ്ങോട്ട് പോയിട്ട്, ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ചേച്ചി ആകെ തന്നെയല്ലേ, ചേച്ചിക്ക് ആകെ വിഷമമായിരിക്കും എന്നൊക്കെ സുലോചന പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അവരെന്ത് പ്രശ്നം ഉണ്ടായാലും തന്നെ ഫേസ് ചെയ്യും, തന്നെ മുന്നോട്ട് പോകും, അങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും അവരും വീട്ടിലോട്ട് വരുന്നു. അങ്ങനെ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് വന്ന് തുറക്കുന്ന കൃഷ്ണമോളാണ്. അകത്തോട്ട് കയറി വന്ന് കഴിയുമ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എന്തോ സാധനം കഴിച്ചുകൊണ്ടിരിക്കുവാണ് ബബിത. അന്നേരം നീ എന്താ മുളക് കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ആ ഗേറ്റിൻ്റെ അപ്പുറത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് മേടിച്ചതാണ്, എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നാണെങ്കിലും നേരം പോകണ്ടേ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ഇവിടെ കഴിക്കാനില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ബാഗിൽ നിന്ന് കുറച്ച് പലഹാരങ്ങൾ എടുത്ത് വയ്ക്കും, ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് വന്നതായെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിക്കുന്നുണ്ട്. അന്നേരമാണ് സുലോചന ചോദിക്കുന്നത്, അലീനി എന്തി എന്ന്. അപ്പോഴത്തേക്കും ഇങ്ങ് തുടങ്ങുവാണ് ബബിത, അവൾ ആ കണ്ണാടി കോളനിയിലേക്ക് പോയി ശരണ്യെ കാണാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല കേട്ടോ സുലോചനയ്ക്ക്. ശരണ്യോ അതാരാ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ആ പെൺകുട്ടി പരാതി കൊടുത്തതിൻ്റെ പേരിലല്ലേ രോഹിത്തും ഹരിയും ഒക്കെ ജയിലിൽ പോയി കിടക്കുന്നത്, ഇവള് പത്രമൊന്നും വായിക്കാറില്ലാത്തതുകൊണ്ട് ഇവൾക്കൊന്നും അറിയത്തില്ല എന്ന് ഗോവർദ്ധൻ പറയുമ്പം സുലോചന പറയുന്നുണ്ട്, പെട്ടെന്നങ്ങ് മനസ്സിലായില്ല, പിന്നെ അതിജീവിത എന്നല്ലേ പത്രത്തിൽ വരുള്ളൂ, പേര് വരികയല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല എന്നും പറയുന്നു. അന്തേക്കും ഭവിത, അവൾ അവിടെ പോയി ശുശ്രൂഷിക്കാൻ പോയതാണ്, അവൾക്ക് അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ചോറ് കഴിച്ചുകൊണ്ട് അവിടെ പോയി ഈ പരിപാടി കാണിക്കേണ്ട കാര്യമുണ്ടോ, അവിടെയാണ് അവൾക്ക് കൂറ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുറ്റം പറയുക. അന്നേരം സുലോചനയും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഈ കുടുംബത്തിലെ കുട്ടിയല്ലേ, അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു, ഈ സൈഡിലല്ലേ അലീന നിൽക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അതിനങ്ങ് ഒപ്പത്തിനൊപ്പം പറയുക കേട്ടോ ബബിത, അവൾ പണ്ടേ ഇങ്ങനെയാണ്, അവൾ എന്നാ തെറ്റ് ചെയ്താലും അച്ഛൻ അങ്ങ് കൂടെ നിന്നോളും, അച്ഛൻ്റെ മാനസപുത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം സുലോചന വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ അലീന അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. അന്നേരം ബബിത പറയും, അയ്യോ ഇന്നലെ പോയി, എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, അവളെ തല വഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്ന് പറയും. കൃഷ്ണമോള്, കത്തിച്ചൊന്നുമില്ല, ആവശ്യമില്ലാത്ത എന്തിനാ പറയുന്നേ എന്ന് ചോദിക്കും. അന്നേരം തീപ്പെട്ടി ഉരച്ചപ്പോൾ കത്തിയില്ല, അതുകൊണ്ട് അവൾ തലനാരിക്ക് രക്ഷപ്പെട്ടു, അത്രയും പറഞ്ഞാൽ പോരെ എന്ന് ബബിതയും പറയും. അന്നേരം സുലോചന പറയുന്നുണ്ട്, ഇവിടുത്തെ കുട്ടിയായിട്ട് നിന്നാൽ പോരെ അലീനയ്ക്ക്, എന്തിനാ ഈ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇവിടുത്തെ കുട്ടിയല്ല, ചേച്ചി ഇവിടെ ജനിച്ചതല്ല, അനാഥാലയത്തിലാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ, ചേച്ചി നിൽക്കുന്നത് പീഡിപ്പിക്കപ്പെട്ടവർക്കും വയ്യാത്തവർക്കും വേണ്ടിയാണ്, അല്ലാതെ ദ്രോഹിച്ചവരുടെ കൂടെയല്ല ചേച്ചി നിൽക്കുന്നത്, അതങ്ങനെ തന്നെയാണ്. ഈ ബബിത ചേച്ചിയേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടി നശിപ്പിച്ചിട്ടേക്കുവാണ്, അന്നേരം ആ പെൺകുട്ടിക്കാണോ സപ്പോർട്ട് കൊടുക്കേണ്ടത് അതോ ഉപദ്രവിച്ചവർക്കാണോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ഇതിൽ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ സുലോചന പറയുന്നുണ്ട്, അങ്ങനെ ചോദിച്ചാൽ പറയാൻ മറുപടിയില്ല എന്ന്. പിന്നെ ബാലേന്ദ്രനെ സമ്മതിച്ചിട്ടാണ് പോയത് എന്നറിയുമ്പം സുലോചന പറയുന്നുണ്ട്, ഏട്ടൻ സമ്മതിച്ചിട്ടാണ് പോയത് എങ്കിൽ അതിനകത്ത് കുറേ ശരികളും കാണും എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്ത് ശരി,
അച്ഛൻ അവളുടെ എന്ത് തോന്നിയാസത്തിനും കൂട്ട് നിൽക്കും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി അങ്ങ് കയറി പോവാണേ. അന്നേരമാണ് കറക്റ്റ് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. അന്നേരം എന്താടി ഒരു ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭവതി അങ്ങ് കയറിപ്പോവും. ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ബാലേന്ദ്രനോട് സുലോചന പറയുന്നുണ്ട്, ഞങ്ങൾ അലീനയുടെ കാര്യം പറയുമായിരുന്നു എന്ന്. അന്നേരം വന്നില്ലേ മോളെ, നീ വിളിച്ചില്ലേ അവളെ എന്ന് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു, വന്നുകൊണ്ടിരിക്കുവാണ് എന്നാണ് എന്നോട് പറഞ്ഞത്, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ വിളിച്ച് നോക്കാം എന്ന് പറയുന്നു. അന്നേരം ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പലഹാരങ്ങളൊക്കെ കാണുമ്പം ഇതൊക്കെ നീ കൊണ്ടുവന്നാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയുമ്പം വൈജയന്തി ഇവിടെ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ പറഞ്ഞേനെ എൻ്റെ മക്കൾ ഇതൊന്നും കഴിക്കുകയല്ല, ബർഗറും പിസ്സയൊക്കെ കഴിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ തിരിച്ചു കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞേനെ എന്ന് പറയുമ്പം സുലോചന പറയുന്നുണ്ട്, അത് നേരാ ചേച്ചി, ഇതിനു മുമ്പും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്നേരം ആകെ നാണക്കേട് തോന്നും എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നാണക്കേട് തോന്നണം, അതിന് വേണ്ടിയാണ് അവൾ പറയുന്നത്, അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അന്തേക്കും സുലോചന, ഞാൻ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാണ്. ഞാനും വരാമെന്ന് പറഞ്ഞ് കൃഷ്ണമോളും കൂടെ പോകുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ഗോവർദ്ധനോട് വാടോ നമുക്ക് അപ്പുറത്തിരിക്കാമെന്ന് ലിവിങ് റൂമിലോട്ട് വന്നിരിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ, നമുക്ക് ഷോപ്പൊക്കെ തുറക്കണ്ടേ എന്ന്. അന്നേരം ഗോവർദ്ധൻ പറയും, ഞാൻ റെഡിയാണ്, ബാലേട്ടന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ തുറന്നോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് അലീന വഴി എങ്ങനെയെങ്കിലും ശരണി ഒന്ന് സ്വാധീനിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ശിവനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബാലേന്ദ്രൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ, കൊല്ലപ്പള്ളിക്ക് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്ന് മുത്തശ്ശിയെ കാണാനായിട്ട് കയറുന്ന കാണിക്കുന്നത്. അപ്പം മുത്തശ്ശി ഇതൊന്നും കാണാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിച്ച് തീർത്തിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യത്തോടെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, പിഴച്ചു പോയ ഒരു മകൾക്ക് നല്ലൊരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കുമ്പം അത് കെടാവിളക്ക് പോലെ അണയാതെ എങ്ങനെയാണ് നോക്കി കൊണ്ടുപോകേണ്ടത് എന്ന് അമ്മ മകൾക്ക് പഠിപ്പിച്ച് കൊടുത്തില്ലായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുവാണ്. ഇനി എല്ലാ കാര്യവും തുറന്നു പറയുമോ എന്നറിയില്ല. മുത്തശ്ശി ആകെ ഇങ്ങനെ വേർത്ത് കുളിച്ച് വിഷമിച്ചും ആ ബാലേന്ദ്രൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അലീനയോട് സംസാരിക്കുന്ന മനുവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.